ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ ഉടായ്പകൾ ഇപ്പം എൻ്റെ അടുത്ത് വന്നില്ല പോലും നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം ഇന്ന്. അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോയാലുണ്ടല്ലോ നിങ്ങളെന്ത് വലിയൊരു ദൈവത്തിന് എന്തുമാത്രം നിങ്ങൾ അനുഗ്രഹിക്കാമെന്നറിയാവോ? നിങ്ങൾ സമ്മതിക്കുന്നതിൽ അനുഗ്രഹിക്കാൻ, അതിലെ കുഴപ്പം. നിങ്ങളുടെ കാലം നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ ദൈവത്തിന് അനുഗ്രഹിക്കും. കാര്യം ദൈവത്തിന് ഇപ്പം ഇവളുടെ കാര്യം ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കണത്? ഇപ്പം കമ്പനി എന്താ പറഞ്ഞത്? ഇപ്പം അവൾ പ്രഗ്നൻ്റായി, അവൾ ആ കുഞ്ഞിനെയും കൊണ്ടാണ്, ആ കണ്ണും കാണാൻ ചെവിയും കേൾക്കാൻ പോലെ സംസാരിക്കാത്ത ചേച്ചി, ആ ഭർത്താവും ഈ ടിജിയും എല്ലാവരും കുഞ്ഞിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെ കുഞ്ഞിനെക്കുറിച്ച് ടിജി പറയണെന്തറിയാമോ? നോക്കിയേ, അപ്പന് സംസാരിക്കാൻ പറ്റത്തില്ല, അപ്പന് കേൾക്കാനും പറ്റത്തില്ല, അമ്മയ്ക്കും കേൾക്കാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് തന്ന കുഞ്ഞിന് കേൾക്കുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാവുന്നു. അപ്പൊ ദൈവം തന്നു കഴിയുമ്പോൾ പിന്നെ ഒന്നും നോക്കത്തില്ല. അവിടെ മെരിട്ടും ഡീമെരിട്ടും ഒന്നും നോക്കത്തില്ല. അതാണ് എൻ്റെ വിഷയം. അപ്പം ദൈവത്തിന് സത്യസന്ധമായ ആൾക്കാരെ കിട്ടണം, വിശ്വസ്തതയുള്ള ആൾക്കാരെ കിട്ടണം. ഈ ഉടമ്പടി എന്ന സംവിധാനത്തിന് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് ജനങ്ങളെല്ലാം ഉടമ്പടിയുടെ സ്റ്റാൻഡേർഡിൽ വരാൻ വേണ്ടിയാണ്. ദൈവം, നിനക്കറിയാലോ, ദൈവം ഉടമ്പടിയെ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും ദൈവം ചെയ്യുന്ന ഒരേ ഒരു പരിപാടി ഉടമ്പടിയാണ്. അപ്പോൾ ഉടമ്പടി എന്തിനാണ് ഉടമ്പടി ചെയ്യണത്? ഈ നമ്മളെല്ലാവരും ഉടമ്പടിയുടെ സ്റ്റാൻഡേർഡിൽ വരണം. വിശുദ്ധീകരണത്തിന് ശക്തീകരണത്തിന് ഉടമ്പടിയുടെ സ്റ്റാൻഡേർഡിൽ വരണം. എന്നിട്ട് ദൈവത്തോട് ബൈലാറ്ററായിട്ട് ഉഭയകക്ഷിയായിട്ട് ദൈവതിരുസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിക്കേഷന് ഒരു ബ്ലോക്കുമില്ല. ഇപ്പം എന്താ ശുചി പറയണത്? കമ്പനിയിലെ ബസ് എന്ന് പറഞ്ഞ ആൾ, ആ കമ്പനിയാണ് ഇക്വാലൻ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ഈ 10ാം ക്ലാസ്സുകാരന് ഇവിടെ ഓട്ടോമൊബൈൽ എടുത്ത ആളിന് അവിടുത്തെ തുല്യതാ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അവിടുത്തെ കമ്പനി, ബസ് എന്ന കമ്പനിയാണ് കൊടുക്കേണ്ടത്. അവർ പറയും നിങ്ങൾക്ക് തരത്തില്ലെന്ന് പറയും. തരത്തിലെന്ന് പറയുമ്പോൾ ഈ ടിജിയുടെ ഹസ്ബൻഡ് പറയും, ദൈവമേ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതും കാശ് മുടക്കിയതും കഷ്ടപ്പാടെ തിരിച്ചു പോരേണ്ടി വരിക എന്ന് പറയുമ്പോൾ ടിജി പറയും, നോ നോ നോ, അവർ കമ്പനി മാത്രമാണ്, കർത്താവല്ല. കർത്താവ് ആരാണ്? യേശുക്രിസ്തുവാണ് കർത്താവ്. വിശ്വാസം എന്ന് പറയണതിൻ്റെ ഉദ്ദേശം യേശു കർത്താവാണ് എന്ന് എന്ത് ചെയ്യണം? അധരം കൊണ്ട് ഏറ്റുപറയണം. പിന്നെ എന്ത് ചെയ്യണം? ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഭയങ്കര വിശ്വാസമാണ്. അതായത് ഹൃദയത്തിൽ വിശ്വസിക്കണത് എന്താണ്? മരിച്ച യേശുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ്. അപ്പം മരണപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് ഉള്ളത്? വിശ്വാസമാണുള്ളത്. അതെന്താണ്? ഒരു വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, യേശുവിനാണ് വിശ്വസിക്കുന്നത്. യേശു ആരാണെന്നാണ് വിശ്വസിക്കുന്നത്? യേശു കർത്താവാണെന്ന്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷ എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കണം, രക്ഷ എന്ന് പറയുന്നത് ഒരു സംവിധാനമോ ഒരു ആശയമോ ഒന്നുമല്ല, ഒരു പേഴ്സണാണ് രക്ഷ. അതാണ്, അതായത് എല്ലാ വിഷയങ്ങളിലും ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ആൻസർ എന്ന് പറയുന്നതിൻ്റെ കാരണം ഈശോ എന്താ പറയണത്? ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കണം. എന്താ കാരണം? ഒരാശയം ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്നല്ല, മറിച്ച് ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നത്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഇത് എപ്പോഴും ഈ റോമ 10:9 എപ്പോഴും മനസ്സിൽ കുറിച്ചിട്ടേക്കണം.
ഇതിൻ്റെ ബ്രോഡർ ഫോമിലാണ്, ആക്ടിവേഷനിലാണ് ഞാൻ നിങ്ങൾക്ക് വിശ്വാസ പ്രമാണം പറഞ്ഞു തരണത്, അല്ലേ? അപ്പോൾ യേശു കർത്താവാണെന്ന് നമ്മൾ അത്തരം കൊണ്ട് ഏറ്റു പറയണം. ഏറ്റുപറച്ചിൽ എപ്പോഴും പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് പറയുന്നതിന് പ്രാർത്ഥനയെന്ന് പറയും, പ്രഖ്യാപനം എന്ന് പറയും. പിന്നെ യേശു കർത്താവാണെന്ന് നമുക്ക് പ്രഖ്യാപനം ഏറ്റുപറച്ചിലാകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് പറയുന്നതിൻ്റെ ഒരു ഭാഗം എന്താണ്? പ്രാർത്ഥനയാണ്. പിന്നെ എന്താണ്? പ്രഖ്യാപനം തന്നെ. അതുപോലെ തന്നെ പറയുന്നതിൻ്റെ മറ്റൊരു ഭാഗം എന്താണ്? അത് പരസ്യ പ്രഖ്യാപനമാണ്. പറയണത് എങ്ങനെയാണ്? പറയണ വീട്ടിൽ ഇരുന്ന് പറയാൻ പറ്റത്തില്ല, അതിന് 10 മനുഷ്യരുണ്ടാകണം. നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ രഹസ്യ പ്രാർത്ഥനയില്ലേ വീട്ടിൽ ഇരുന്നുള്ള, അതിനൊക്കെ മാർക്ക് കുറഞ്ഞു പോണ കാര്യം പ്രാർത്ഥന ഏറ്റുപറച്ചിലാണ്. ബൈബിളിൽ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? 10 മനുഷ്യർ വേറെ ഉണ്ടാകണം. അതാണ് സമൂഹ പ്രാർത്ഥനയ്ക്കുള്ള ഗുണം. ഇപ്പം മെൻ്റൽ പ്രയർ, സ്വകാര്യ പ്രാർത്ഥനയൊക്കെ പറഞ്ഞാലും അത് വെള്ളിയാണെങ്കിൽ സമൂഹ പ്രാർത്ഥന ഗോൾഡാകണതിൻ്റെ കാരണം ഏറ്റുപറച്ച് സമൂഹപരമായത് കൊണ്ടാണ്. എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ എടുത്ത് വചനം എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. മത്തായി 10:32. മത്തായി 10:32. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. എൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രാർത്ഥന അങ്ങോളം എത്തുമെന്നാണ് പറയണത്. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് യൂട്ടേൺ അടിക്കും ഈ സാധനം. മനുഷ്യരുടെ മുമ്പിലാണ് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അതാണ് കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള ഗുണം. അതാണ് കുടുംബ പ്രാർത്ഥന. എന്താണ്? കൊച്ചും കുഞ്ഞും ഇപ്പം എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു കുടുംബത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു അപ്പന് 10 മക്കൾ. അപ്പോൾ 10 മക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മൂത്ത മക്കൾ +2 പഠിക്കണത്. എല്ലാം ഒരു വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. എന്ത് രസമാണെങ്കിൽ എല്ലാം കൂടി ഇരിക്കും. അപ്പനും ഈ കുഞ്ഞുങ്ങളായിട്ടിരുന്ന് കളിക്കണം, കാണാൻ നല്ല രസമാണ്. അത് ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ അതുപോലെ ഈ കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു സമൂഹപരമായ ഏറ്റുപറച്ചിലാണ്. നിങ്ങളവർക്ക് അവൻ വരണില്ല, ഇവൻ വരണില്ല, ഞാനില്ലാത്തവൻ വിളിച്ച് മടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ മൂലക്ക് മാറി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കത്തില്ലേ? ഇല്ലേ? അത് ഒറ്റയ്ക്ക് പോലെ ഇരുന്ന് പ്രാർത്ഥിക്കണില്ലെങ്കിൽ, അങ്ങനെയുള്ള നരകം പിടിച്ച വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കെങ്കിലും പ്രാർത്ഥിക്കണില്ല എന്നുണ്ടെങ്കിൽ ദൈവം അതിന് തീയിടാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? വിശ്വാസം കൊടുത്തിട്ട് വിശ്വാസം കളഞ്ഞു കുളിച്ചതല്ലേ? ആരാണ്ട് വായി നോക്കികൾ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വാസം കളഞ്ഞു കുളിച്ചതല്ലേ? എൻ്റെ മക്കളെ, വിശ്വാസം കളഞ്ഞു കുളിക്കാൻ വേണ്ടി നിങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ട്. സഭയെ എതിർക്കുന്നവരും സഭയുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. ഭയങ്കര രസമല്ലേ? അപ്പം അതൊക്കെ നമുക്ക് അഭിമാനം തോന്നണം. ഇപ്പം എനിക്കതിൻ്റെ ഒരു 100 വീഡിയോ കൃപാസനത്തിനെതിരെ ഉണ്ട്. എന്താ കാര്യം? അപ്പം അത്ര എതിരെ ഉണ്ടായിട്ടും നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം. കർത്താവ് എന്താ പറഞ്ഞ അവസാനം വന്നപ്പോൾ? പല പ്രസംഗങ്ങളുണ്ട്. യുദാസുണ്ട്, പിലാത്തോസുണ്ട്. കൂട്ടം നിൽക്കണ പത്രോസ് തന്നെ ചില സമയത്ത് തള്ളിപ്പറയുന്നത് തോന്നണത്. മർക്കോസ് തുണിയില്ലാതെ ഓടും. അങ്ങനെ പരുവക്കേടാണ്. പക്ഷേ പരുവക്കേടാണെങ്കിലും സംഗതി എൻ്റെ ചുറ്റും പരുവക്കേടാണെങ്കിലും ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി. കൈയടിച്ച ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. കൈതപ്പെടപ്പോൾ ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. യോഹന്നാൻ 17:4. ഇതാണ് നിങ്ങളുടെ നിലപാട്. എന്താണ് യോഹന്നാൻ 17:4? അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. അപ്പൊ അവനും ഇവനുമൊക്കെ എന്തൊക്കെ വായി നോക്കികളും വലുതാക്കാത്തവന്മാരൊക്കെ എന്തൊക്കെ പറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക. അപ്പോൾ വളരെ സൈലൻസ് ആയിരിക്കണം. നിങ്ങൾ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാൻ ഇൻറ്റേർണൽ സൈലൻസ് വേണം. അല്ല കലപില താറാ കൊക്കണ പോലെ അവരങ്ങനെ പറഞ്ഞില്ല, അതങ്ങനെ പറഞ്ഞില്ല, അത് കേട്ടില്ല, ഇത് കേട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് കണാകുണ പറഞ്ഞിട്ട് കാര്യമില്ല. ബി സൈലൻറ്റ്. വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കൃത്യമായിട്ട് നല്ല ഫിനിഷിങ് ടൈമിൽ ലാൻഡ് ചെയ്യും. ആ പറയുന്ന കൗണ്ട് ഡൗണിൻ്റെ സമയത്ത് നമ്മൾ ലാൻഡ് ചെയ്യും. എന്താണ്? ഏൽപ്പിച്ച ജോലി പൂർത്തിയായിക്കൊണ്ട്. അപ്പം അതാണ് ഈ വിശ്വാസത്തിൻ്റെ വിജയമെന്ന് പറയണത്. അപ്പം അതുകൊണ്ട്
എന്തെല്ലാം ഇപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പം നിങ്ങൾ കോളേജിലൊക്കെ ഇപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രൊഫസർ എന്ന് പറയുന്ന ഒരു അലപരാധിയുടെ മെയിൻ പരിപാടി ദൈവത്തിനെതിരെ സംസാരിക്കണതായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ കൊച്ചായിട്ട് ഫുൾ കൈ ആയിട്ട് ഇരിക്കണം, അവിടെ മുമ്പിൽ കയറി ഇരിക്കുകയും. അപ്പോൾ കൂട്ടുകാർക്ക് പുറയും തോണ്ടും. അവനൊക്കെ പലരും യുക്തിവാദികളുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന കൂട്ടുകാരുണ്ടായിരുന്നു. നമ്മൾ കേൾക്കണം അച്ഛൻ കൊച്ച കേൾക്കണം, ദൈവമില്ലടാ എന്ന് പറയും. ഞാനങ്ങനെ അപ്പോൾ എന്നോട് വരുത്താൻ വന്ന് ജോൺ പോളം പറഞ്ഞൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. യവൻ വന്നും ചോദിക്കും, എടാ ജോസഫേ, ഈ അന്ന് 20-ാം നൂറ്റാണ്ടായിരുന്നു, 20-ാം നൂറ്റാണ്ട് വലിയൊരു അച്ഛനാകുവാടാന്ന്. എന്നുവെച്ചാൽ അന്ന് പള്ളിയിൽ 80 കാലഘട്ടങ്ങളിൽ പള്ളിയിൽ ആൾ കുറവായിരുന്നു. ഇപ്പം ഇന്ന് നോക്കി പള്ളി നിറച്ച ആളല്ലേ, എല്ലാ പള്ളികളിലും ആളല്ലേ. ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് ചിന്നമ്മ രാജു. ഞാൻ കൊല്ലം കണ്ണനല്ലൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ മക്കൾക്ക് ചെയ്ത അനുഗ്രഹത്തിനാണ്. ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത് 2018 ജൂലൈ മാസത്തിൽ ഞാൻ എൻ്റെ മോടടുത്ത് ദുബായി പോകാനിടയായി. അവിടെ ചെന്നിരുന്ന അവരൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് യൂട്യൂബൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കൃപാസനത്തെ പറ്റി അറിഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് കൃപാസനത്തെ കുറിച്ച് എന്തും കാണുകയും സാക്ഷ്യം കേൾക്കുകയും അച്ഛൻ്റെ ആരാധനയിലൊക്കെ ചേരുകയും ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് അവിടെ നിന്നപ്പോൾ തന്നെ തീരുമാനമെടുത്തു, എനിക്ക് നാട്ടിൽ വരുമ്പോൾ കൃപാസനത്തിൽ വരണം, എനിക്ക് പ്രാർത്ഥിക്കണം, ഉടമ്പടി എടുക്കണമെന്നൊക്കെ. പക്ഷേ എന്താണ് എവിടെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ നാട്ടിൽ ജനുവരി 13-ാം തീയതി നാട്ടിൽ വന്നു. ജനുവരി 13-ാം തീയതി നാട്ടിൽ വന്നപ്പോൾ ഞാനൊരു ചേച്ചിയോട് ചോദിച്ചു, ഇവിടെ എവിടെയാണ് ഈ കൃപാസനം എന്ന് പറയുന്നത്, എനിക്ക് അറിയത്തില്ല. അവൾ പറഞ്ഞു, ഇവിടെ കലവൂരാണ്, ആലപ്പുഴയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും കൂടെ 2019 ജനുവരി 22-ാം തീയതി തോന്നുന്നു ട്യൂസ്ഡേ ചൊവ്വാഴ്ച ഇവിടെ വന്നു. അറിഞ്ഞുകൂടായിരുന്നു, അന്ന് ആരാധനയായിരുന്നു, അന്ന് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. പിന്നെ 26-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ 6 നിയോഗം വെച്ചു. എനിക്ക് 3 കാര്യം എൻ്റെ മാതാവ് യേശുവിനിലൂടെ നടത്തി തന്നു. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ 65 തൊടിയുള്ള ഒരു കിണർ കുഴിച്ചു. ഞങ്ങൾക്ക് 6 വെള്ളമില്ലായിരുന്നു. ഞങ്ങൾ വെള്ളം കാശ് കൊടുത്ത് മേടിക്കാൻ തുടങ്ങി. ഒരുപാട് പ്രയാസപ്പെട്ട് വെള്ളമില്ലാതെ നീറുമ്പോൾ അങ്ങനെ ഞാൻ കൃപാസനത്തിൽ അന്ന് ഉടമ്പടി ചെയ്തു. എനിക്ക് എൻ്റെ ആവശ്യത്തിന് വെള്ളം തരുവാണെങ്കിൽ ഞാൻ സാക്ഷി പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാവ് അതിനകത്ത് ഇടപെട്ടു. ഞാൻ ഉപ്പ് കൊണ്ട് വെള്ളത്തിലൊഴിച്ചു. മാതാവ് അവിടെ 3 ദിവസം കിണറ്റിൽ ഭയങ്കര എരപ്പായിരുന്നു. എന്തുവാണെന്നറിയത്തില്ല, കുളുകുളാന്ന് കിടന്നും കടിക്കുമായിരുന്നു. വെള്ളമെല്ലാം കലങ്ങി മറിഞ്ഞു. പിന്നെ വെള്ളം കലങ്ങിയിരുന്നു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് ശരിയായി. ഇപ്പോൾ ഇഷ്ടം പോലെ വെള്ളം ഞങ്ങളുടെ ആവശ്യത്തിന് കിട്ടി. ദൈവമാതാവ് യേശുവിലൂടെ തന്ന അനുഗ്രഹത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, എൻ്റെ മൂത്ത മോൻ കല്യാണം കഴിച്ച് മരുമോൾ ഗർഭിണിയാകും. അവൾ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഗർഭിണിയാകുമ്പോഴൊക്കെ അത് അലസി പോവുകയാണ്. അവൾക്ക് വളർച്ചയില്ല എന്ന് പറയുന്നു ഡോക്ടർ. അങ്ങനെ ഒരുപാട് ബ്ലഡ് കുറവുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ അലൈനിലേക്ക് അവളെയും കൂടെ കൊണ്ടുപോയി. 6 മാസം കഴിഞ്ഞിട്ടും പ്രഗ്നൻ്റ് ആയില്ല. അന്ന് ഞാൻ ദുബൈയിലുണ്ടായിരുന്നു. ഞാൻ അന്ന് അവിടെ വെച്ച് നിബന്ധന എടുത്തപ്പോൾ ഞാൻ തീരുമാനിച്ചു ടീനയുടെ കാര്യം കൂടെ എനിക്ക് ഇവിടെ വെക്കണമെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് എൻ്റെ മരുമോടെ കാര്യം കൂടെ ഞാൻ വെച്ചിരുന്നു. അവൾക്ക് ഇപ്പോൾ 6 മാസം ഗർഭിണിയാണ്. അവൾ ഇപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല വളർച്ചയെ കൊണ്ട് കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, നാട്ടിൽ വന്നിട്ടുണ്ട്. അതും ദൈവം മാതാവ് നടത്തി തന്നു. പിന്നെ എൻ്റെ ശരീരം മുഴുവനും വേദനയായിരുന്നു, തലവേദനയുണ്ടായിരുന്നു. എനിക്ക് ഡോക്ടറെ കാണിക്കാത്ത ഡോക്ടറില്ല, എന്താണ് അസുഖമെന്ന് അറിയത്തില്ല, തേയ്മാനം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് സന്നിധിയിൽ ഞാൻ കുറച്ച് നാളുകൊണ്ട് മരുന്നൊന്നും കഴിക്കുന്നില്ല, എന്തും വരട്ടെ, യേശു സൗഖ്യം തരുന്നെങ്കിൽ മാത്രം എനിക്ക് സൗഖ്യം മതിയെന്ന് ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചു. എനിക്ക് ഇപ്പോൾ നല്ല സൗഖ്യമുണ്ട്, വേദനകളൊക്കെ കുറവുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൈപൊക്കി പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു, സ്തുതിക്കാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ അമ്മ മാതാവ് ഇത് എൻ്റെ യേശുവിനോട് എൻ്റെ യേശു നടത്തി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. യേശുവേ നന്ദി. അതുപോലൊക്കെ പിന്നെ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്ത കാര്യമാണ്, ഞങ്ങളൊരു കട കെട്ടി 2015
അതിന് ഇച്ചിരി 3 മീറ്റർ അകത്തോട്ട് നിൽക്കണമായിരുന്നു കറണ്ട് എടുക്കാനും നമ്പറിടാനൊക്കെ. അതുകൊണ്ട് അത് 2.5 മീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് അവർ കറണ്ട് തരത്തില്ല എന്ന് പറഞ്ഞ് അവർ 3-4-5 വർഷം കൊണ്ട് ഞങ്ങളെ നടത്തിക്കുകയാണ്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾക്ക് കറണ്ട് കിട്ടി. പിന്നെ അതുപോലെ നീയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. ഞാനിവിടെ കൃപാസനത്തിൽ വന്ന വാതുക്കൽ ചവിട്ടിയപ്പോൾ തൊട്ട് എനിക്ക് അനുഗ്രഹങ്ങൾ മാത്രമാണ്. എൻ്റെ ഭർത്താവിന് കിഡ്നി രോഗമായിട്ടാണ് ഇവിടെ വരാൻ ഇടയായത്. അതായത് ഓഗസ്റ്റ് 15-നും പ്രളയത്തിൻ്റെ മുന്നേ എനിക്ക് പത്രം കിട്ടി. എങ്കിലും പത്രം വായിക്കാൻ വെക്കാതെ ഞാൻ മാറ്റി വെച്ചിരുന്നു. പ്രളയമായിട്ട് വീട് വിട്ടിറങ്ങിയപ്പോൾ ഈ പത്രം എടുത്ത് സൂക്ഷിച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ പോയത്. പക്ഷേ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് നടന്നില്ല. ഫെബ്രുവരി 23-ന് ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഇവിടെ വന്നു. ഭർത്താവിന് തീരെ സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയാണ്. 2 കിഡ്നിയും പോയി. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നു. ആദ്യത്തെ തവണ വന്നിട്ട് പോയി. 2ാമത്തെ തവണ വന്നു. എനിക്ക് തലവേദന അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവരവരുടെ അസുഖം ബാധിച്ച സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നെറ്റിക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് തലവേദനയായിരുന്നു. 30 കൊല്ലത്തിൽ അധികമായി എനിക്ക് തലവേദന. എനിക്കൊരു 18ാമത്തെ വയസ്സിൽ തലവേദന തുടങ്ങിയതാണ്. എല്ലാ ദിവസവും എവിടെയെങ്കിലും യാത്ര പോയിട്ട് വന്നാൽ എനിക്ക് അതിഭയങ്കരമായ തലവേദനയായിരുന്നു. ഇപ്പോൾ എനിക്കൊരു ശകലം പോലും തലവേദനയില്ല. ഞാൻ ഈ ഭർത്താവിൻ്റെ ആവശ്യത്തിന് വേണ്ടി എറണാകുളത്ത് മിക്കവാറും ദിവസങ്ങളിൽ പോകേണ്ടി വരുന്നു. അപ്പോഴും എനിക്ക് തിരിച്ചു വരുമ്പോൾ തലവേദന 30 കൊല്ലമായ തലവേദന എന്നിൽ നിന്ന് മാതാവ് എടുത്തു മാറ്റി. Praise the Lord. Hallelujah. Hallelujah. Glory, glory, glory to you, Lord. Hallelujah. ഞാൻ ഒരു അധ്യാപികയാണ്. 31 കൊല്ലമായി സർവീസിലായിട്ട്. എന്നും തലവേദന കൊണ്ട് ഞാൻ ദുഃഖിതയായിരുന്നു. ചില കാര്യങ്ങളിലൊന്നും എനിക്ക് ഏർപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ദൈവനെ അത്ഭുതകരമായി അവിടുന്ന് വിടുവിച്ചതിനായി 100 സ്തോത്രം പറഞ്ഞ് 1000 സ്തോത്രം പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ ഭർത്താവിന് കിഡ്നി 2ഉം ഫെയിലറായി. ഞങ്ങളിങ്ങനെ ചികിത്സ നടന്നുകൊണ്ടിരുന്നു. പിന്നെ 3ാമത്തെ തവണ ഇവിടെ വന്നപ്പോൾ അച്ഛനെ കാണാനായിട്ട് വന്നു. അച്ഛൻ മെസ്സോളിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ അവിടെ നിന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ എൻ്റെ 2 കൈയും കൂട്ടിപ്പിടിച്ച് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ എൻ്റെ ഭർത്താവിന് സുഖമില്ല, അപ്പോൾ വൈകിട്ട് നമുക്ക് കാണാമെന്ന് അച്ഛൻ പറഞ്ഞു. 7ാമത്തെ ടോക്കൺ കിട്ടി. അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ ഭർത്താവിനെ ഇവിടെ ചേർത്ത് പിടിച്ച് മാതാവിൻ്റെ രൂപത്തിലോട്ട് നോക്കി പ്രാർത്ഥിച്ചു. അന്ന് തൊട്ട് രാത്രിയിൽ അസ്വസ്ഥനാകുമായിരുന്ന ഭർത്താവ് യാതൊരു കുഴപ്പവുമില്ലാതെ കിടന്നുറങ്ങുകയും ഇവിടെ ഭയങ്കരമായ ദൈവത്തെ വിളിക്കാനായിട്ട് ഞങ്ങൾ തുടങ്ങുകയും ചെയ്തു. എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ ഒരു ദിവസം പോലും മുടക്കമില്ലാതെ രാവിലെയും വൈകിട്ടും പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അത്രയും അഗാധമായൊരു പ്രാർത്ഥന ഇല്ലായിരുന്നു. ഞാൻ ഓർത്തഡോക്സ് സഭ വിശ്വാസിയായിരുന്നു. വെളുപ്പിന് എഴുന്നേറ്റ് 5:30 അലാറം വെച്ച് കൃത്യമായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. എൻ്റെ ഹസ്ബൻഡിന് കിഡ്നി മാറ്റി വെക്കാനായിട്ട് പുള്ളിക്ക് ഒട്ടും സമ്മതമില്ലായിരുന്നു. അപ്പോൾ അതിന് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ്. പുള്ളി അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവാണ്, ഞാൻ തരാം, എൻ്റെ കിഡ്നി ഞാൻ തരാം. എനിക്ക് ഒരേ ഒരു ആങ്ങളേ ഉള്ളൂ. ആ ആങ്ങളെ എന്നേക്കാൾ 3 വയസ്സിന് മൂത്തതാണ്. ആങ്ങളെ എന്നോട് പറഞ്ഞു, ഞാൻ തരാം കിഡ്നി, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അവർ എല്ലാ ടെസ്റ്റുകളും നോക്കി, എല്ലാം ഒരു കുഴപ്പവുമില്ലാതെ 99% വരെ പൂർണ്ണമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നു. കിഡ്നി മാറ്റി വെക്കാൻ ജൂൺ പകുതിയോടെ ഡേറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു, ഒരു കുഴപ്പവുമില്ലാതെ. അതുപോലെ തന്നെ ഭർത്താവിന് ഇതിന് മുമ്പേ ടെസ്റ്റുകൾ നടത്തണമായിരുന്നു, ആൻജിയോ ചെയ്യണമായിരുന്നു. ആൻജിയോ ചെയ്യാൻ ഒരു തരത്തിൽ അതിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വെയിൻ കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, എനിക്ക് വയ്യ മോളെ, ഇനി ഇത് ചെയ്യാൻ എനിക്ക് വയ്യ, കിട്ടത്തില്ലല്ലോ, വെയിൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഒന്നുകൂടെ ശ്രമിക്കുക. ഞാൻ എന്നിട്ട് മാതാവിൻ്റെ ഈ രൂപത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് സിസ്റ്റർ ഒന്ന് നോക്ക്, കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ എന്തോ അതിശയമായി, ഇത്രയും നേരം ശ്രമിച്ച് കിട്ടാതെ ഇതിപ്പോൾ എങ്ങനെ കിട്ടിയെന്ന് സിസ്റ്റർ തന്നെ എന്നോട്, ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഈ മാതാവിൻ്റെ അനുഗ്രഹമായി എനിക്കിത് കിട്ടിയതെന്ന് സിസ്റ്റർ എന്നോട് ഞാൻ പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, ചേച്ചിയുടെ വിശ്വാസം രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ പുള്ളി 3 ദിവസം അഡ്മിറ്റ് ആകണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു ദിവസം പോലും അഡ്മിറ്റ് ആകേണ്ടി വന്നില്ല. രാവിലെ വന്നു, വൈകിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും എല്ലാം ചൊല്ലാനായിട്ട് മാതാവ് ഇടവരുത്തി. അതിനുശേഷം പുള്ളി ഇപ്പം വലിയ ഇന്നും ഡയാലിസിസ് ഉണ്ട്. ഡയാലിസിന് പോയിരിക്കുന്നത് കൊണ്ട് ഇവിടെ വരാൻ പറ്റിയില്ല. മകൾ വന്നിട്ടുണ്ട്, മോനും മരുമകളും ഇവിടെ വരുന്നുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ. സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടാതെ ഇതുവരെ മുമ്പോട്ട് പോയത്.
30,000 രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്താൽ 30,000 രൂപ തിരിച്ചു വരിക. ആ ഒരവസ്ഥ എനിക്കുണ്ടായത്. ആദ്യം ഞാനോർത്ത് സാമ്പത്തികമായിട്ട് ഒത്തിരി ചിലവാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. പക്ഷേ ദൈവം എല്ലാം അത്ഭുതകരമായ, അതിന് വേണ്ടതിലധികം തുക എൻ്റെ അക്കൗണ്ടിൽ വരത്തക്കോണം ദൈവം സഹായിച്ചു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഞാൻ ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. മാതാവ് അത്ഭുതകരമായിട്ട് എല്ലാം. അതുപോലെ തന്നെ ഞാൻ വണ്ടി ഓടിക്കും, കാറ് ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. ഹസ്ബൻഡിന് വയ്യാത്തത് കൊണ്ട് കൊണ്ടുപോകാൻ എന്തോ ഒരു മാർഗം എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ വന്നതിന് ശേഷം വണ്ടി ഓടിക്കാൻ ധൈര്യമായിട്ട് ടൗണിൽ കൂടെ വരെ വണ്ടി ഓടിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അതിനു മുമ്പേ ഞാൻ വണ്ടി എടുക്കത്തില്ലായിരുന്നു, ഭയം കൊണ്ട് വണ്ടി എടുക്കാതെ. മാതാവിൻ്റെ ഫോട്ടോ ഞാൻ സ്റ്റിയറിങ്ങിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് എൻ്റെ വണ്ടിയുടെ. നല്ല അത്ഭുതകരമായിട്ട് ഓടിക്കുക. എല്ലാവർക്കും അതിശയം, വീട്ടിലുള്ളവർക്കും അതിശയം, നീ എങ്ങനെ ഈ വണ്ടി, ധൈര്യമില്ലാത്ത നീ എങ്ങനെ ഈ വണ്ടി ഓടിച്ചു എന്ന്. ഇവിടെ വന്ന് എന്നോട് ആരോ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ വല്ലതും സംഭവിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി അത്ഭുതങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അവരെ പറഞ്ഞ് കൃത്യസമയത്ത് പ്രാർത്ഥിക്കാൻ അവർ മുടക്കാറുണ്ട്, പ്രാർത്ഥന സമയത്ത് ഉറങ്ങുമെന്ന് പറഞ്ഞു. അതീവ ജാഗ്രതയോടെ പ്രാർത്ഥിക്കുക അതിൻ്റെ പ്രധാന കാര്യമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പ്രാർത്ഥനയിൽ വലിയ പ്രാർത്ഥനക്കാരിയൊന്നുമല്ലായിരുന്നു. അത്യാവശ്യം പ്രാർത്ഥന രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമെന്നല്ലാതെ ദൈവത്തോടടുത്ത് ദൈവവചനം കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചില്ല. ഇവിടെ വന്നതിന് പിന്നാണ് എനിക്ക് വേദപുസ്തകത്തോട്ട് കൂടുതൽ ഒരടുപ്പം വന്നത്. അരമണിക്കൂർ നേരം വേദപുസ്തകം വായിക്കണമെന്ന് പറഞ്ഞ് ഭർത്താവ് വായിക്കും, അല്ലെങ്കിൽ ഞാൻ വായിക്കും, അല്ലെങ്കിൽ മക്കൾ വായിക്കും, ആരെങ്കിലും വായിക്കും. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന്, എൻ്റെ അമ്മയുടെ ഉള്ളൊരു വീടാണ്, ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട്, അമ്മയും ഇതിൻ്റെ അകത്ത് ഭാഗവാക്കാകും. അമ്മയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ പെങ്ങൾ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരാൻ. തലേദിവസം എന്നോട് പറഞ്ഞു, ഏതായാലും ഈ ഓപ്പറേഷനെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് കൃപാസനത്തിലൊന്ന് പോയിട്ട് വാ. തലേദിവസം 9 മണിക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഇവിടെ വരികയായിരുന്നു. തലേദിവസം രാത്രിയിൽ 9 മണിക്ക് പ്ലാൻ ചെയ്തു, രാവിലെ ഇവിടെ വന്നു. ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഇതുവരെ മുടക്കം കൂടാതെ എല്ലായിടത്തും ഞാൻ എന്നാൽ അറിയാവുന്നവരോടെല്ലാം കൃപാസനത്തിൻ്റെ കാര്യം പറയാറുണ്ട്. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരും പറഞ്ഞ് പറയിപ്പിക്കുന്നതല്ല. എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് വളരെ എല്ലാവരോടും ഞാൻ ഡയാലിസിസിന് പോയി ഞാൻ 4 മണിക്കൂർ ഡയാലിസിസ് യൂണിറ്റിൻ്റെ മുൻപിലിരിക്കും. വെളുപ്പിനെ 3 മണിക്ക് പോകും, 4 മണി തൊട്ട് 9 മണി വരെയാണ്, അല്ലെങ്കിൽ 5 മണി തൊട്ട് 9 മണി വരെ ഡയാലിസിസാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ഇത് പറയുന്നത്, ഈ കൃപാസനത്തിൻ്റെ കാര്യം പറയും, പത്രം കൊടുക്കും. അവർ മിക്കവാറും എല്ലാവരും ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട്. അനുഭവങ്ങൾ ഒത്തിരിയാണ്. ഒരു ദിവസം ഇതുപോലെ പുസ്തകം വായിക്കാൻ എൻ്റെ കണ്ണാടി മാറിയിരിക്കുകയായിരുന്നു. എനിക്ക് വായിക്കാൻ കണ്ണാടി ഇല്ലാതെ എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ താഴെ ഇരുന്നു വായിക്കാനിരുന്നപ്പം കണ്ണാടി അപ്പോൾ ഞാൻ ഈ പുസ്തകം എടുത്തു വായിച്ചു. കണ്ണാടി ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് എനിക്ക് വായിക്കാം. എൻ്റെ ഹസ്ബൻഡ് തിരിഞ്ഞു നോക്കുക, ഈ കണ്ണാടി ഇല്ലാതെ നീ എങ്ങനെയാണ് വായിക്കുന്നതെന്ന്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കണ്ണാടി വെക്കുന്നതിനേക്കാൾ സ്മൂത്തായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു സ്ഥലം മാറ്റം ഞാനിതുപോലെ ആഗ്രഹിച്ചു. സ്ഥലം മാറ്റം 99% ശരിയായിട്ടിരിക്കുകയാണ്. ഓർഡർ അടിച്ച് ഇന്നോ നാളെയോ കയ്യിൽ കിട്ടും, ആ ഒരു രൂപത്തിലായിരിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് മാതാവ് തന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹങ്ങളാണ് തന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ നല്ല വിശ്വാസത്തിൽ തന്നെയാണ്. അവരുടെ കാലയിൽ ഒരു പാടുണ്ടായാൽ പോലും അവർ പറയും, അയ്യോ അമ്മ ആ ഉടമ്പടിത്തൈലം എടുത്തൊന്ന് പൂശ, ഉടനെ വ്യത്യാസം വന്നു. എൻ്റെ ഹസ്ബൻഡ് ഇന്നലെ രാത്രി പുള്ളിക്ക് അസ്വസ്ഥതയായിരുന്നു. എന്നോട് പറഞ്ഞു എനിക്ക് പുറത്ത് വേദനയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഇരിക്കും, ഞാൻ ഉടമ്പല തൈലം എടുത്ത് ഒന്ന് തൂത്ത് തരാമെന്ന് പറഞ്ഞ് തൂത്തു. പ്രാർത്ഥിച്ചു, പുള്ളി സുഖമായിട്ട് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു, നല്ല സുഖമായിട്ട് രാത്രിയിൽ ഉറങ്ങി. രാവിലെ തന്നെയാണ് ഡയാലിസിസിന് പോയത്. എല്ലാ തവണയും ഞാൻ പോവും, ഇങ്ങോട്ട് വരേണ്ടത് കൊണ്ട് ഹസ്ബൻഡ് തന്നെ ഡയാലിസിന് പോയി. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ. ഇനി ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങൾക്കാണ് അനുഭവം കിട്ടിയത്. ഉടമ്പടിയിൽ വെച്ചത് വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഒന്നിനും ഒരു മാറ്റവും എനിക്ക് വന്നിട്ടില്ല. എനിക്ക് ഇങ്ങനെ ഇവിടെ വരാൻ പറ്റിയത് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ നാത്തൂൻ വരുന്നുണ്ട്, എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. എൻ്റെ സഹോദരൻ്റെ മനസ്സ് തോന്നി, സഹോദരൻ്റെ ഭാര്യ ഒരു എതിർപ്പും സംഭവിക്കാതെ കിഡ്നി തരാനായിട്ട് എൻ്റെ ആങ്ങളുടെ ഭാര്യ കൊടുക്കാൻ, ആങ്ങളുടെ മക്കളും ആങ്ങളുടെ ഭാര്യയും കൊടുക്കെന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ച് കൊടുക്കാനാണ് പറയുന്നത്. ഞാൻ ചോദിക്കുക പോലും ചെയ്യാതാണ് ഇങ്ങോട്ട്. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിലെ കുറേ ഒപ്പുകൾ വേണമായിരുന്നു. ഇങ്ങോട്ട് ഒത്തിരി പേപ്പർ വർക്കുകളുണ്ട്. പേപ്പർ വർക്കിന് ഞാൻ പോയ സമയത്ത് വില്ലേജ് ഓഫീസർ ഇങ്ങനെ ഇരിക്കുക പേനായും കൊണ്ട്, ടീച്ചറെ ഇങ്ങിത്താ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞ്. ആ ഡോണറും റെസിപ്പിൻറ്റിനും ഇല്ലാതെ ആ
ഫോം മുഴുവൻ വില്ലേജ് ഓഫീസർ ഒപ്പിട്ട് തന്നു. 2 വില്ലേജ് ഓഫീസുകളിൽ പോകണമായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം വില്ലേജ് ഓഫീസിലെ പോയാലുള്ള താമസം. നെർണം വില്ലേജ് ഓഫീസിലും കടപ്ര വില്ലേജ് ഓഫീസിലുമാണ് പോയത്. ഡോണർ നെർണം വില്ലേജിലും റെസിപ്പിയൻ്റ് കടപ്ര വില്ലേജിലും. 2 വില്ലേജിലും നിമിഷങ്ങൾ കൊണ്ട് ഒപ്പിട്ട് തന്നു. അതുപോലെ തന്നെ ഈ ഫോമുകളെല്ലാം വേണം. ഫോമെല്ലാം എനിക്ക് ഓരോ ഹെഡ് മാസ്റ്റർമാർ ഡൗൺലോഡ് ചെയ്ത് സെൻഡ് ചെയ്ത് തരിക. ടീച്ചർ അത് സെർച്ച് ചെയ്ത് സമയം കളയണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരാവശ്യം ഉണ്ടായിരുന്നു. അവിടെ ഒരാൾ ഫോൺ ചെയ്ത് അവിടെ നിൽക്കുക. ആ ആൾ 10 മണി മുതൽ 5 മണി വരെ എൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നതിന് ശേഷമാണ് അവർ പോയത്. അതുപോലെ എവിടെ നിന്നാലും നമ്മളെ സഹായിക്കാൻ ആളിനെ കൽപ്പിച്ചാക്കിയ യോനെ തിമിംഗലത്തെ കൽപ്പിച്ചാക്കിയെന്ന് പറഞ്ഞതുപോലെ എല്ലായിടത്തും എവിടോട്ട് പോയാലും സഹായിക്കാൻ ആൾ. ഒരിക്കലും നന്മകൾ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അതുപോലെ നന്മകളാണ് ചെയ്തത്. ഞാൻ വളരെയേറെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. എല്ലാം ആകപ്പാടെ വയ്യാതെ ഹസ്ബൻഡ് ICUവിലൊക്കെ ആയിരുന്നു. ഇത്രയും വിടുതൽ തന്ന അമ്മയ്ക്കും യേശുവിനും 1000 1 കോടി. ആവേ മരിയ ഹല്ലേലൂയ, ആവേ മരിയ ഹല്ലേലൂയ.